കലക്കി കലക്കി. അയ്യോ നിങ്ങള് കാട്ടുപൊടിയല്ലേ, അട്ടിപ്പൊടി. നിങ്ങളും കൊള്ളാം, നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരും കൊള്ളാം. എല്ലാവർക്കും കൂടെ ചേർന്നൊരു ഉഗ്രം കൈയ്യടി. ഓക്കെ, ഹലോ ബ്രോസ്. ഹായ് ഹായ് ഹായ്. നിങ്ങളുടെ ഈ ഒരു ഫ്യൂഷൻ ഗ്രൂപ്പിന്റെ പേരെന്നാണ്? ദ്രുത ഫ്യൂഷൻ മ്യൂസിക് ബാൻഡ്. ഓക്കെ, ഇതിനു മുമ്പ് ഇവര് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ പെർഫോമൻസ് ആണ് ഇവിടെ. അടിപൊളി, സൂപ്പർ. കണ്ണൂരിൽ നിന്നും ദ്രുത അന്ന് പെർഫോം ചെയ്തപ്പോ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അല്ലേ? ഞാനന്ന് ഫ്ലൂട്ടായിരുന്നു വായിച്ചിട്ടുള്ളത്. ഓ അടിപൊളി. അന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഇനി നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ബാൻഡുമായിട്ട് വരണമെന്ന് ഇല്ലേ? അതെ അതെ. അതുപോലെ തന്നെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിങ്ങനെ കാണാൻ പറ്റിയതിലൊക്കെ. നിങ്ങളെല്ലാരും റിലേറ്റീവ്സ് ആണെന്ന് തോന്നുന്നല്ലേ? എല്ലാരും ഞങ്ങളെല്ലാം കസിൻസ് ആണ്. എല്ലാരും ആണോ? അത് ഗംഭീരം കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ എന്തുമാത്രം ടാലന്റഡ് ഫാമിലി ആണെന്നുള്ളത്. കാരണം ഇവരെനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാൽ പേര് എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കും. ഫ്ലൂട്ട്, കീബോർഡ് അല്ലേ, എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന, വയലിൻ, ചെണ്ട എല്ലാം ഉണ്ട്. അപ്പൊ ഭയങ്കര രസമുണ്ട്. ഇവരുടെ ഫാമിലിയിലേക്ക് എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ നാളെ എടുക്കേണ്ട ആവശ്യമില്ല. അതെ അതെ. അപ്പൊ എന്തായാലും അടുത്ത നിങ്ങളുടെ ഒരു പെർഫോമൻസ് എന്താ? അവരുടെ കൂടെ ഞങ്ങൾക്ക് കേട്ടാ കൊള്ളാം. അടുത്തത് ഞങ്ങളുടെ ബാൻഡിലെ ഏറ്റവും ചെറിയൊരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആണ്. അടിപൊളി. നമുക്ക് എന്നാ അതൊന്ന് കാണാം. യെസ്, വരട്ടെ. വടാ.
സൂപ്പർ സൂപ്പർ. അതെ, ഇത്രയും വലിയൊരു മേള പ്രമാണിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു. ആ, ഒന്ന് ഒറ്റയ്ക്ക് കൊട്ടിക്കേ, ഒന്ന് ഒറ്റയ്ക്ക് കൊട്ടിക്കേ, ഒന്നും ഇല്ലാതെ ഒന്ന് കൊട്ടിക്കേ. ആ കൊട്ടിക്കേ, ആ കൊട്ടിക്കേ, ഒന്നുകൂടെ ആ കുട്ടിക്കോ? ആ കൊട്ടെ, ആ ആ. അമ്മ വരട്ടെ, അമ്മ വന്നാ കൊട്ടുവോ? അങ്ങോട്ട് നോക്കി ആരാ വരുന്നേന്ന്? അമ്മയല്ലേ വരുന്നേ? ആ അമ്മ വന്നു. ഇനി അമ്മ പാടണം, പാടിയാ മോന്റെ കൊട്ടി കേൾക്കാം. അമ്മയുടെ പേരെങ്ങനെയാ? ഐശ്വര്യ. ഐശ്വര്യ. ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ പാട്ട് പാടുന്നു. ഓക്കെ. ആ നന്ദലാല ഹേ നന്ദലാല, നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല, മാറിവല്ലോ നിന്റെ വർണ്ണമാല, രാധയ്ക്കു കാതുകളിൽ രാഗമാല, ആരും കാണാതെത്തുന്നു രാധ, ആയിർ പെണ്ണേ നീയൊരു മായ, പയ്യനെ കറന്നു വെച്ചു പാൽക്കുടം നിറച്ചു വെച്ചു, പാലാഴി തിങ്കളായി വന്ന രാധ, പട്ടും മറന്നു വെച്ചു പട്ടുടുത്തു പൊട്ടു തൊട്ടു, പത്മനാഭ പൂജ ചെയ്ത കൃഷ്ണരാധ, നന്ദലാല ഹേ നന്ദലാല, നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. മോന്റെ പേരെങ്ങനെയാ? ആയുഷ് കൃഷ്ണ. ആയുഷ് കൃഷ്ണ. എത്ര വയസ്സ്? 2.5 വയസ്സ് കഴിഞ്ഞു. 2.5 വയസ്സ് കഴിഞ്ഞു. ഇതെങ്ങനെ ഇതിലൊരു സ്കില്ലുണ്ടെന്ന് എങ്ങനെ മനസ്സിലായത്? അവന് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെ. അപ്പം ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പം നമ്മള് എഴഞ്ഞൊക്കെ തുടങ്ങുമ്പം ചുമ്മാ ഒരു പാട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇങ്ങനെ താളത്തിൽ വായിക്കുന്ന പോലെ തോന്നി, അങ്ങനെ പാടിക്കൊടുക്കും, അങ്ങനെ അങ്ങ് ഒത്തു. കാരണം എന്താ വെച്ചാൽ ഇവരുമായിട്ടൊന്നും യാതൊരു റിഹേഴ്സലും ഇല്ലാതെ ആള് പെട്ടെന്ന് തന്നെ അങ്ങ് സിങ്കായി. കാരണം ഒത്തിരി റിഹേഴ്സലൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ലല്ലോ. പക്ഷെ ഇത് ഗംഭീരമായിട്ട് അവന് നല്ല ടാലന്റ് ഉണ്ട് അല്ലേ? ഇത് ഭയങ്കര ടാലന്റ്. അത് എനിക്ക് അതായത് അവൻ വായിക്കുന്നതിന്റെ ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ആസ്വദിച്ച് വായിക്കുക. നിർത്തേണ്ട സ്ഥലത്ത് ആ മാങ്കൂല വായിച്ചപ്പോ ആ പോസ്റ്റിന്റെ സ്ഥലത്തൊക്കെ മൂപ്പര് റിലാക്സ് ചെയ്ത് വായിച്ചിട്ട് അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനൊക്കെ. എന്തായാലും വലിയ പെരുന്നാളായിട്ട് ഗംഭീര പരിപാടിയായിരുന്നു നമ്മുടെ കേട്ടോ. രണ്ടുപേരും ആൾക്കാർ കൊള്ളായിരുന്നു, എല്ലാവരും ഒന്നിനൊന്ന് കിടിലമായിരുന്നു. ഹലോ ബേബി, നന്നായിട്ട് പെർഫോം ചെയ്തു, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. എന്താ ഫ്രണ്ടിലിരിക്കുന്ന സാധനം? അതെന്താണ്? കയ്യിലെന്താണ്? മോനെ, ഞങ്ങളെയൊക്കെ ഇഷ്ടമായോ? ഞങ്ങളെയാണോ ഇഷ്ടപ്പെട്ടത്? അതോ അതെ ആ സൈഡിൽ നിൽക്ക. ഇവനൊരു സ്റ്റീഫൻ ദേവസി ഒളിഞ്ഞു കിടക്കുന്ന ഞാൻ കാണുന്നു. സ്റ്റീഫൻ ദേവസി ചെണ്ടല്ല, അല്ല, പറയുമ്പോ അതിനനുസരിച്ച് മ്യൂസിക് ഇടുന്ന കാര്യമാണ്. അല്ല, ഉത്സവ കമ്മിറ്റിക്കാരെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഹലോ. ഗംഭീരായിട്ടോ നിങ്ങളുടെ ബാൻഡ്, ഫുൾ ടീം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു നിങ്ങളൊക്കെ. മേള പ്രമാണി എല്ലാരും കളക്കി കളഞ്ഞല്ലോ. ആ ഈ ചെന്താ കൊട്ടിയപ്പോ എനിക്ക് കൊതിയായി പോയി. ചേട്ടാ കൊട്ടിക്കോ? ഇല്ല, ഞാൻ കൊട്ടുന്നില്ല. കാരണം ഇതിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ കൊട്ടൂല. ഞാൻ ഇപ്പൊ തന്നെ ഞാൻ കൈയും കാലും പറിച്ചിട്ട് നിൽക്കുവാ. കൊട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു പാട്ട് പാടിയാലോ? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഇതിന് പറ്റുന്ന ഒരു ജോഡി ഞാൻ ഇട്ട് തരാം. മോളെ, നീ ഒരു പാട്ട് പാടി. പാടിക്കും. ആ
പോരെ. എന്തായാലും ഈ ഒരു പരിപാടി ഇത്രയും ഗംഭീരാക്കി തന്ന നിങ്ങളുടെ ഫുൾ ടീം എല്ലാവരും വരുമോ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണം പ്ലീസ്? വരും എല്ലാവരും വരും. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓൾസോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ഇനിയും ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അവരെയൊക്കെ നമുക്ക് പയ്യെ ഓരോ എപ്പിസോഡായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓൾറൈറ്റ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ മറ്റൊരു താരം ആയുഷ് കൃഷ്ണ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ തൊക്കുടുവാവയാണേ. സൂപ്പറായിരുന്നു. ഒരു ഷെയ്ക്കൻഡ്. ഇനി കമ്മിറ്റി മെമ്പേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. മെമ്പേഴ്സ് നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ഇവർക്ക് കൊടുക്കണ്ടേ? രണ്ടുപേരും പോയിട്ടോ. ഇതിലെ ഓരോ മെമ്പേഴ്സിനെ ഇനി പരിചയപ്പെടണം. എന്റെ പേര് സനൽ സുരേന്ദ്രൻ. അനുജൻ മിഥുൻ സുരേന്ദ്രൻ. പിന്നെ കസിൻസ് ആള് അവരെന്നെ പരിചയപ്പെടുത്തട്ടെ. അതെ, അവരെന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ ആകാശ്. ആകാശേ സൗണ്ടൊക്കെ ഉണ്ടോ? ആകാശേ. ഞാൻ സച്ചു. സച്ചു ഇതിൽ ആരുടെ ബ്രദറും ആയിട്ട് വരും? കസിൻ? നിങ്ങളുടെ ബ്രദേഴ്സ് ഇത് ഏട്ടന്റെ മോനാ. ഏട്ടന്റെ മോനാ. ഓക്കെ, ഇപ്പൊ കറക്റ്റ്. എന്റെ പേര് മൃദുൽ രാഗ്. ഓക്കെ, അപ്പൊ എല്ലാരും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് സമ്മാനം നൽകുന്നതാണ്. അതിനായിട്ട് നമ്മുടെ സ്വന്തം 2 പ്രശസ്ത TV ചലച്ചിത്ര താരങ്ങളെ. അതിനു മുമ്പ് ഒരു ചെറിയ സംഭവം നടന്നായിരുന്നു. എന്നായിരുന്നു സംഭവം നടന്നത്? കൊട്ടിയില്ലേ, എന്നിട്ട് ഞാൻ കൈ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇവൻ എന്നോട് പറയാ, എടാ കൈ മാറ്റാ. ഓക്കെ, അപ്പൊ എന്തായാലും പക്രു ചേട്ടാ, അപ്പൊ സമ്മാനദാനത്തിലേക്ക് കിടക്കാം. ആയുഷേ ഓക്കെ. അപ്പൊ മോനെ ഗംഭീര ഒരു ഷർട്ടാണ്. ലണ്ടൻ ക്ലാസിക് ആണ് നൽകുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഓൾസോ നമ്മുടെ ബാൻഡ് ടീമിനും കൂടെ വിധു ചേട്ടനെ കൊടുത്തോളൂ. എല്ലാരും കൂടെ ഒരുമിച്ച് എല്ലാരും